മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, മോശയുടെ സന്തത സഹചാരിയും സഹപ്രവർത്തകനും പിന്നീട് അദ്ദേഹത്തിന് പിൻഗാമിയുമായ ജോഷുവയുടെ നേതൃത്വ വളർച്ചയെക്കുറിച്ച് മുൻ എപ്പിസോഡിൽ നമ്മൾ വിശകലനം ചെയ്യുകയുണ്ടായി. ഇസ്രായേലിനെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കാൻ മോശയുടെ മരണത്തിന് മുമ്പ് തന്നെ കർത്താവ് ജോഷുവയെ തിരഞ്ഞെടുത്തു. പുരോഹിതനായ എലയാസറിൻ്റെയും ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ മോശ ജോഷുവയുടെ മേൽ പരസ്യമായി കൈകൾ വെച്ച് ആ അധികാര കൈമാറ്റം വ്യക്തമാക്കി. സംഖ്യാപുസ്തകം 27 അധ്യായം 18 മുതൽ 22 വരെ വാക്യങ്ങൾ. മോശയുടെ മരണശേഷം കർത്താവ് ജോഷുവയോട് നേരിട്ട് സംസാരിച്ചു. വാഗ്ദത്ത ദേശത്തേക്ക് ജനങ്ങളെ നയിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം താൻ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്നും കർത്താവ് വാഗ്ദാനം ചെയ്തു. ജോഷുവ 1 അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങൾ. ഇസ്രായേൽ ജോർദാൻ നദി കടക്കുന്നതിന് മുൻപ് കാനാൻ ദേശത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുവാൻ ജോഷുവ ഷിത്തിമിൽ നിന്ന് 2 ചാരന്മാരെ ജെറിക്കോയിലേക്ക് രഹസ്യമായി അയച്ചു. ജോഷുവ 2:1 വാക്യം. അവരുടെ പേരുകൾ ബൈബിളിൽ ലഭ്യമല്ലെങ്കിലും പിൽക്കാലത്തെ യഹൂദ പാരമ്പര്യപ്രകാരം ആ ചാരന്മാർ കാലേബ്, ഫിനെഹാസ് അല്ലെങ്കിൽ പിഞ്ചാസ് എന്നിവരാണ്. ശക്തമായ കോട്ടയുള്ള ജെറിക്കോ നഗരത്തിൽ അപരിചിതരെ ശ്രദ്ധിക്കാൻ എളുപ്പത്തിൽ കഴിയുമായിരുന്നു. നഗരം മതിലിനോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന റാഹാബിൻ്റെ ഭവനത്തിൽ ആ ചാരന്മാർ പ്രവേശിച്ചു. അത് ഒരു അഭയകേന്ദ്രവും നഗര മതിലിൻ്റെ ഭാഗവുമായിരുന്നതിനാൽ രക്ഷപ്പെടാനുള്ള മാർഗം അതിനുണ്ടായിരുന്നു. ജോഷുവ 2 അധ്യായം 1 വാക്യവും 15 വാക്യവും. ഇസ്രായേൽ ചാരന്മാർ വേശ്യയായ റാഹാബിൻ്റെ ഭവനത്തിൽ അഭയം തേടിയെന്ന് ജെറിക്കോ രാജാവ് അറിഞ്ഞു. അവരെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജദൂതന്മാർ റാഹാബിനെ സമീപിച്ചു. ജോഷുവ 2 അധ്യായം 2-3 വാക്യങ്ങൾ. റാഹാബ് ആ ചാരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ ധീരതയോടെ പ്രവർത്തിച്ചു. അവൾ അവരെ വീടിൻ്റെ മേൽക്കൂരയിൽ ചണത്തണ്ടുകൾക്ക് ഇടയിൽ ഒളിപ്പിച്ചു. രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പുറത്തു പോയെന്ന് അവൾ രാജസേവകരോട് പറഞ്ഞു. അന്വേഷിച്ചു ചെന്നവർ ജോർദാനിലേക്ക് ഉള്ള വഴിയിൽ കടവുകാരെ അവിടെ തിരഞ്ഞു. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് റാഹാബ് ചാരന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു. നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ച് ഭീതി നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാനക്കരെ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ജോഷുവ 2 അധ്യായം 9-10 വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ കർത്താവിലുള്ള വിശ്വാസം അവൾ ഏറ്റുപറഞ്ഞു. മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. ജോഷുവ 2:11. ഇസ്രായേൽ ജെറിക്കോയെ കീഴടക്കുമ്പോൾ തന്നെയും തൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അവൾ അപേക്ഷിച്ചു. ജോഷുവ 2:12-13 വാക്യങ്ങൾ. ചാരന്മാർ അത് സമ്മതിച്ചുകൊണ്ട് അവൾക്ക് ഒരു അടയാളം നൽകി. ഇസ്രായേൽ ജെറിക്കോയെ ആക്രമിക്കുമ്പോൾ അവളുടെ കുടുംബക്കാർ ഏവരും അവളുടെ ഭവനത്തിൽ കഴിയണം. അവളുടെ ഭവനം തിരിച്ചറിയാനായി ജനാലയിൽ ഒരു ചുവപ്പ് നൂൽ ചരട് കെട്ടിയിട്ടിരിക്കണം. ജോഷുവ 2:17 മുതൽ 21 വരെ വാക്യങ്ങൾ. ആ രാത്രിയിൽ റാഹാബ് ചാരന്മാരെ ജനാലയിലൂടെ ഒരു വടം കൊണ്ട് താഴെ ഇറക്കി. അവളുടെ നിർദ്ദേശമനുസരിച്ച് രാജാവിൻ്റെ അന്വേഷകർക്ക് പിടികൊടുക്കാതിരിക്കാൻ 3 ദിവസം അവർ മലമുകളിൽ ഒളിച്ചിരുന്ന ശേഷം ജോഷുവയുടെ അടുക്കൽ തിരിച്ചെത്തി. കർത്താവ് ദേശം ഇസ്രായേലിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചതായി അവർ ജോഷുവയെ അറിയിച്ചു. ജോഷുവ 2 അധ്യായം 21 മുതൽ 24 വരെ വാക്യങ്ങൾ. റാഹാബിൻ്റെ കഥ ദൈവത്തിൻ്റെ കരുണയും വിശ്വാസത്തിൻ്റെ ശക്തിയും വെളിപ്പെടുത്തുന്നു. പാപിനിയായ സ്ത്രീ ആയിരുന്നെങ്കിലും അവൾ കർത്താവിൽ വിശ്വസിക്കുകയും അവിടുത്തെ പ്രതിനിധികളായി വന്ന ചാരന്മാരെ സംരക്ഷിക്കുകയും ചെയ്തു. അവൾ കാണിച്ച വിശ്വാസത്തിന് പുതിയ നിയമം അവളെ പ്രശംസിക്കുന്നുണ്ട്. ഹെബ്രായർക്കുള്ള പുസ്തകം 11 അധ്യായം 31 വാക്യം, യാക്കോബിൻ്റെ ലേഖനം 2 അധ്യായം 25 വാക്യം. ദൈവം റാഹാബിൻ്റെ കുടുംബത്തെ രക്ഷിക്കുക മാത്രമല്ല, അവളെ ഇസ്രായേലിൽ ഉൾപ്പെടുത്തുകയും ദാവീദ് രാജാവിൻ്റെയും ഒടുവിൽ യേശുക്രിസ്തുവിൻ്റെയും പൂർവികയായി മാറുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 1 അധ്യായം 5 വാക്യം. വിശ്വസിക്കുകയും തദനുസരണം പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഉൾക്കൊള്ളാൻ കർത്താവിൻ്റെ ഉടമ്പടി ഇസ്രായേലിനപ്പുറം എത്തുന്നു എന്നതിൻ്റെ സജീവ അടയാളമായി റാഹാബ് നിലകൊള്ളുന്നു. ജോഷുവ ഇസ്രായേലിനെ യോർദാൻ നദിയുടെ തീരത്തേക്ക് കൊണ്ടുവന്നു. ജനങ്ങൾ അവിടെ തമ്പടിച്ചു. ആ സമയത്ത് യോർദാൻ ജലപ്രളയത്തിലായിരുന്നതിനാൽ അതിനക്കരെ കടക്കുക അസാധ്യമായി തോന്നി. ജോഷുവ 3:1
15 വാക്യങ്ങൾ. 3 ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു, ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുവിൻ. ജോഷുവ 3:3. വാഗ്ദാന പേടകം ദൈവ സാന്നിധ്യത്തെ വ്യക്തമാക്കിയിരുന്നതിനാൽ ജനം അതിൽ നിന്നും ആദരവോടെ അകലം പാലിക്കണമായിരുന്നു. ജോഷുവ 3:4. ജോഷുവ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷുവ 3:5 വാക്യം. ഇതിനർത്ഥം അവർ തങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും പാപത്തിൽ നിന്ന് പിന്തിരിയുകയും ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാവുകയും വേണം എന്നാണ്. ജീവിക്കുന്ന ദൈവം യഥാർത്ഥത്തിൽ അവരോടൊപ്പം ഉണ്ടെന്നും കാനാനിലെ ജനതകളെ ദൈവം പുറത്താക്കുമെന്നും ജോഷുവ വിശദീകരിച്ചു. ജോഷുവയുടെ പുസ്തകം 3:10 വാക്യം. അതിനടയാളമായി വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ നദിയിലെ ജലത്തിൽ സ്പർശിക്കുമ്പോൾ ഒഴുകുന്ന നദി നിലച്ച് ചിറ പോലെ പൊങ്ങി. അങ്ങനെ നദീതടം വറ്റിപ്പോയി. ജോഷുവയുടെ പുസ്തകം 3:15-16 വാക്യങ്ങൾ. പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ പെട്ടകം പിടിച്ചുകൊണ്ട് ഉറച്ചു നിന്നപ്പോൾ എല്ലാവരും ഉണങ്ങിയ നിലത്തുകൂടെ സുരക്ഷിതമായി മറുകരയെത്തി. ഇസ്രായേൽ തങ്ങളുടെ ശക്തിയാൽ അല്ല, മറിച്ച് കർത്താവിൽ വിശ്വസിച്ച് അവിടുത്തെ പെട്ടകം പിന്തുടർന്നുകൊണ്ടാണ് അത് സാധിച്ചത്. നദി കടന്ന ശേഷം കർത്താവ് ജോഷുവയ്ക്ക് നൽകിയ നിർദ്ദേശപ്രകാരം അവൻ ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാൾ വീതം 12 പേരെ തിരഞ്ഞെടുത്തു. അവർ പുരോഹിതന്മാർ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലുകൾ എടുത്തു. അവർ ആ കല്ലുകൾ പാളയമിറങ്ങിയ സ്ഥലത്ത് ഒരു സ്മാരകമായി സ്ഥാപിച്ചു. ജോഷുവ 4:1-8 വാക്യങ്ങൾ. കല്ലുകളുടെ ഉദ്ദേശം ജോഷുവ വിശദീകരിച്ചു. ഇത് നിങ്ങൾക്ക് ഒരു സ്മാരകമായിരിക്കും. ഇത് എന്ത് സൂചിപ്പിക്കുന്നുവെന്ന് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം, കർത്താവിൻ്റെ വാഗ്ദാന പേടകം നദി കടന്നപ്പോൾ ജോർദാനിലെ ജലം വിഭജിക്കപ്പെട്ടു. ജോഷുവ 4:6-7 വാക്യങ്ങൾ. ജോർദാന്റെ നടുവിൽ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ നിന്നിരുന്നിടത്തും ജോഷുവ 12 കല്ല് സ്ഥാപിച്ചു. ജോഷുവ 4:9 വാക്യം. എല്ലാം പൂർത്തിയായപ്പോൾ പുരോഹിതന്മാർ പെട്ടകവുമായി നദിയിൽ നിന്ന് കയറി. അവരുടെ കാൽ വരണ്ട നിലത്ത് തൊട്ട ഉടനെ യോർദാൻ മുമ്പത്തെ പോലെ വീണ്ടും കരകവിഞ്ഞൊഴുകി. ജോഷുവ 4:18 വാക്യം. ആ ദിവസം എല്ലാ ഇസ്രായേലിൻ്റെയും മുന്നിൽ കർത്താവ് ജോഷുവയെ മഹത്വപ്പെടുത്തി. ജനം മോശയെ പോലെ അവനെയും ബഹുമാനിച്ചു. ജോഷുവ 4:14. ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേലിനെ രക്ഷിച്ച അതേ കർത്താവ് ഇപ്പോഴും അവരോടൊപ്പമുണ്ടെന്നും അവിടുന്ന് അവരെ രക്ഷിക്കാൻ പ്രാപ്തനാണെന്നും ആ അത്ഭുതം അവരെ പഠിപ്പിച്ചു. ജോഷുവ 4:21-24 വാക്യങ്ങൾ. പരിച്ഛേദനവും പെസഹായും പുനഃസ്ഥാപിച്ചുള്ള ഉടമ്പടി നവീകരണമാണ് അടുത്തതായി നാം കാണുക. ഇസ്രായേൽ ജോർദാൻ കടന്ന് കാനാനിലേക്ക് കടന്നതിന് ശേഷം കൽക്കത്തികൾ ഉണ്ടാക്കി ഇസ്രായേലിനെ വീണ്ടും പരിച്ഛേദന ചെയ്യാൻ കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചു. ജോഷുവ 5:2. ജോഷുവ ഗിബെയാത്ത് ഹരലോത്തിൽ കൽക്കത്തി കൊണ്ട് ഇസ്രായേൽ മക്കളെ പരിച്ഛേദന ചെയ്തു. ജോഷുവ 5:3 വാക്യം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട പുരുഷന്മാർ പരിച്ഛേദന ചെയ്തിരുന്നെങ്കിലും മരുഭൂമിയിൽ 40 വർഷത്തിനിടയിൽ ജനിച്ചവർ അങ്ങനെ ചെയ്തിരുന്നില്ല. ജോഷുവ 5:5-7 വാക്യങ്ങൾ. അതിനാൽ പുതിയ തലമുറ ഈ ഉടമ്പടി അടയാളത്തിലൂടെ കർത്താവിൻ്റെ ജനമായി ഉറപ്പിച്ചു. പരിച്ഛേദന ശേഷം അവർ സുഖം പ്രാപിക്കുന്നതുവരെ ഗിൽഗാലിൽ പാളയത്തിൽ തുടർന്നു. ജോഷുവ 5:8 വാക്യം. തുടർന്ന് ഇസ്രായേൽ പെസഹ ആചരിച്ചു. ദൈവം തൻ്റെ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ ദൈവം നൽകിയ രക്ഷാശക്തിയുടെ ഒരു സജീവ ഓർമ്മയായിരുന്നു ഈ ആഘോഷം. അടുത്ത ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്ന് പാകം ചെയ്ത പുളിപ്പില്ലാത്ത അപ്പവും ഗോതമ്പും കഴിച്ചു. ജോഷുവ 5:11. പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതെയായി. ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. ജോഷുവ 5:12 വാക്യം. ഇനി ദൈവത്തിൻ്റെ ഇടപെടലോടെ ജെറീക്കോയെ എങ്ങനെ കീഴടക്കിയെന്ന് ജോഷുവയുടെ പുസ്തകം 6 വിവരിക്കുന്നു. ഇസ്രായേൽ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല. ജോഷുവ 6:1 വാക്യം. അപ്പോൾ കർത്താവ് ജോഷുവയോട് വാഗ്ദാനം ചെയ്തു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടി നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജോഷുവ 6:2. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ഒരു സാധാരണ സൈനിക തന്ത്രമായിരുന്നില്ല. കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ യോദ്ധാക്കൾ 6 ദിവസത്തിലൊരിക്കൽ പട്ടണത്തിന് ചുറ്റും നടന്നു. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ പേടകത്തിന് മുമ്പേ നടന്നു.
ബാക്കിയുള്ളവർ വാഗ്ദാന പെടകത്തിൻ്റെ പിന്നിലും നടന്നു നീങ്ങി. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും അവർ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും ചെയ്തു. അവർ കാഹളം മുഴക്കിയപ്പോൾ ജനം ആർത്ത് അട്ടഹസിച്ചു. അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലം പതിച്ചു. അവർ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു. അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിന് ഇരയാക്കി. ജോഷുവ 6-ാം അധ്യായം 3 മുതൽ 21 വരെ വാക്യങ്ങൾ. എന്നാൽ ജോഷുവയുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശ്യയായ റാഹാബും അവളുടെ കുടുംബത്തിലുള്ളവരും നാശത്തിൽ നിന്നും ഒഴിവായി. ജോഷുവ ജനത്തോട് നിർദ്ദേശിച്ചു, നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും. എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ്. അവ കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. ജോഷുവ 6:17 മുതൽ 19 വരെ വാക്യങ്ങൾ. ജെറിക്കോ പുനർനിർമ്മിക്കുന്ന ഏതൊരാൾക്കും ജോഷുവ ശാപം പ്രഖ്യാപിച്ചു. ജോഷുവ 6:26. കർത്താവ് ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു. ജോഷുവ 6:27. ജനം ദൈവത്തെ അനുസരിക്കുമ്പോൾ ശക്തമായ കോട്ടകളും പ്രതിബന്ധങ്ങളെയും പരാജയപ്പെടുത്തുവാൻ അവിടത്തേക്ക് കഴിയുമെന്ന് ജെറിക്കോ കീഴടക്കൽ നമ്മെ പഠിപ്പിക്കുന്നു. ജെറിക്കോ കീഴടക്കിയ ശേഷം ഇസ്രായേൽ ഒരു ചെറിയ നഗരമായ ആയിയോട് യുദ്ധം ചെയ്തു. എന്നാൽ അതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. ആയി നിവാസികൾ 36ഓളം ഇസ്രായേൽക്കാരെ വധിച്ചു. ജനം ഭയചകിതരായി. ജോഷുവ വസ്ത്രം കീറി. അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടിവാരിയിട്ട് സായാഹ്നം വരെ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണുകിടന്നു. ജോഷുവ 7-ാം അധ്യായം 4 മുതൽ 6 വരെ വാക്യങ്ങൾ. ദൈവം എന്തുകൊണ്ട് ഇത് സംഭവിക്കുവാൻ അനുവദിച്ചത് എന്ന് ജോഷുവ ചോദിച്ചു. കർത്താവ് ഉത്തരമരുളി, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ കൽപ്പനയെ അവർ ലംഘിച്ചു. നിശ്ചിത വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി. അവ തങ്ങളുടെ സാമാനങ്ങളോട് കൂടെ വച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലെ, നിശ്ചിത വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് എടുത്തു മാറ്റുന്നതുവരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ജോഷുവ 7-ാം അധ്യായം 11 മുതൽ 13 വരെ വാക്യങ്ങൾ. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ജോഷുവ ഇസ്രായേലിലെ ഗോത്രമായി അടുത്തു കൊണ്ടുവന്നു. നറുക്കെടുക്കൽ വഴി യൂദയ ഗോത്രത്തിലെ കർമ്മിയുടെ മകൻ ആഖാനെ തിരിച്ചറിഞ്ഞു. ജെറിക്കോയിൽ നിന്ന് നശിപ്പിക്കാൻ നിശ്ചയിച്ചവയിൽ നിന്ന് ഒരു നല്ല മേലങ്കി, 200 ഷെക്കൽ വെള്ളി, ഒരു സ്വർണ്ണക്കട്ടി എന്നിവ താൻ എടുത്ത് തൻ്റെ കൂടാരത്തിൽ തറയിൽ ഒളിപ്പിച്ചു വെച്ചുവെന്ന് അവൻ സമ്മതിച്ചു. ജോഷുവ 7-ാം അധ്യായം 14 മുതൽ 21 വരെ വാക്യങ്ങൾ. ജോഷുവയുടെ ദൂതന്മാർ അവൻ പറഞ്ഞതുപോലെ തന്നെ വസ്തുക്കൾ കണ്ടെത്തി കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ജോഷുവ 7-ാം അധ്യായം 22-23 വാക്യങ്ങൾ. അപ്പോൾ ഇസ്രായേൽ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു. വസ്തുവകകൾ അഗ്നിക്കിരയാക്കി. അവർ അവൻ്റെ മേൽ ഒരു വലിയ കൽക്കൂമ്പാരം ഉണ്ടാക്കി. അങ്ങനെ കർത്താവിൻ്റെ ഉജ്ജ്വലകോപം ശമിച്ചു. ആ സ്ഥലം ആഖോറിൻ്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു. ജോഷുവ 7-ാം അധ്യായം 25-26 വാക്യങ്ങൾ. പാപം നീക്കം ചെയ്തതിന് ശേഷം കർത്താവ് ജോഷുവയെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാ യോദ്ധാക്കളെയും കൂട്ടിയ ആയിയിലേക്ക് പോവുക. ഭയമോ പരിഭ്രമമോ വേണ്ട. ഇതാ ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജോഷുവ 8-ാം അധ്യായം 1-ാം വാക്യം. ഇത്തവണ കൊള്ളവസ്തുക്കളെയും കന്നുകാലികളെയും കൈവശമാക്കാൻ ദൈവം ഇസ്രായേലിനെ അനുവദിച്ചു. ദൈവം നിർദ്ദേശിച്ച യുദ്ധതന്ത്രമാണ് ജോഷുവ നടപ്പിലാക്കിയത്. ജോഷുവ നഗരത്തിന് പിന്നിൽ ഒരു അപ്രതീക്ഷിത ആക്രമണം വഴി ഹായിയെ പൂർണ്ണമായും പരാജയപ്പെടുത്തി. ജോഷുവ 8-ാം അധ്യായം. ജോഷുവ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ഏബാൽ മലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ അവർ കർത്താവിന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു. മോശ എഴുതിയ നിയമത്തിൻ്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിൻ്റെ സാന്നിധ്യത്തിൽ ജോഷുവ അവിടെ കല്ലിൽ കൊത്തിവെച്ചു. അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അനുഗ്രഹ വചസ്സുകളും ശാപവാക്കുകളും വായിച്ചു കേൾപ്പിച്ചു. ജോഷുവ 8-ാം അധ്യായം 30-35 വാക്യങ്ങൾ. ഗിബയോൺ ഇസ്രായേലുമായി സമാധാനം സ്ഥാപിച്ചുവെന്നും ജെറിക്കോയും ആയിയും വീണുപോയതെന്നും ജെറൂസലം രാജാവായ അദോനി സദേക്ക് കേട്ടു. ജോഷുവ 10:1-2 വാക്യങ്ങൾ. 4 അമോര്യ രാജാക്കന്മാരുമായി അവൻ സഖ്യം സ്ഥാപിച്ച് അവർ ഗിബയോണെ ആക്രമിക്കാൻ മാർച്ച് ചെയ്തു. ജോഷുവ 10:3 മുതൽ 5 വരെ വാക്യങ്ങൾ. അപ്പോൾ ഗിബയോൻ ജോഷുവയോട് അടിയന്തര സഹായം തേടി. അദ്ദേഹം തൻ്റെ പടയാളികളുമായി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ കർത്താവ് ശത്രുക്കളെ ജോഷുവയുടെ കയ്യിൽ ഏൽപ്പിച്ചതായി ഉറപ്പ് നൽകി. അവരുടെ രാത്രികാലത്തെ മിന്നലാക്രമണത്തിൽ അമോര്യർ ഭയവിഹുലരായി. ഇസ്രായേൽ അനേകരെ വധിച്ചു. മറ്റുള്ളവരെ ബേത്ത്ഹെറോൺ ചുരത്തിലൂടെ ഓടിച്ചു.
അവർ ഓടിപ്പോകുമ്പോൾ കർത്താവ് കന്മഴ പെയ്യിച്ച് ഇസ്രായേലിയർ കൊന്നതിനേക്കാൾ കൂടുതൽ പേരെ നശിപ്പിച്ചു. ജോഷുവ 10-ാം അധ്യായം 7 മുതൽ 11 വരെ വാക്യങ്ങൾ. ജോഷുവയുടെ പ്രാർത്ഥനയെ തുടർന്ന് അവൻ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ ഒരു ദിവസം മുഴുവനും സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നു. ജോഷുവ 10-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഇസ്രായേലിന് ജോഷുവയുടെ നേതൃത്വത്തിൽ വിജയം വരിക്കാൻ കഴിഞ്ഞത്. അതേപ്പറ്റി ജോഷുവ 10:14 ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: കർത്താവ് ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. ഇനി വാഗ്ദത്ത ഭൂമിയുടെ പങ്കുവയ്ക്കലും അതിൽ ലേവിയരുടെ വിഹിതവും നോക്കാം. അത് ജോഷുവയുടെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നു. കാനാനിലെ പ്രധാന യുദ്ധങ്ങൾക്ക് ശേഷം ജോഷുവയുടെ അടുത്ത ദൗത്യം വാഗ്ദത്ത ഭൂമി ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വീതം വയ്ക്കുക എന്നതായിരുന്നു. അതിനകം വൃദ്ധനായിരുന്ന യോശുവയോട് കർത്താവ് പറഞ്ഞു: നീ വൃദ്ധനായിരിക്കുന്നു, ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. ജോഷുവ 13:1. എങ്കിലും ഇതിനകം നേടിയ ഭൂമി അവകാശമായി ഓരോ ഗോത്രത്തിനും വിതരണം ചെയ്യണമെന്ന് കർത്താവ് നിർദ്ദേശിച്ചു. ജോഷുവ 13:6-7 വാക്യങ്ങൾ. മനുഷ്യരുടെ ഇഷ്ടപ്രകാരമോ രാഷ്ട്രീയ സ്വാധീനത്തിലോ അല്ല, കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരവും നറുക്കിട്ടുമാണ് വിതരണം നടത്തിയത്. ഓരോ ഗോത്രത്തിൻ്റെയും അതിരുകൾ ശ്രദ്ധാപൂർവം പട്ടികപ്പെടുത്തിയിരുന്നു. തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനും ഓരോ ഗോത്രത്തിനും ദൈവം നൽകിയ അവകാശം തിരിച്ചറിയാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിനുമായിരുന്നു അത്. വസ്തുവിതരണത്തിൽ ലേവ്യരോട് വ്യത്യസ്ത സമീപനമാണ് ഉണ്ടായത്. മറ്റു ഗോത്രങ്ങളെ പോലെ അവർക്ക് ഗോത്രപ്രദേശം ലഭിച്ചില്ല. പകരം കർത്താവായിരുന്നു അവരുടെ ഓഹരി. ആരാധന, പൗരോഹിത്യ ശുശ്രൂഷ, ജനങ്ങളെ ന്യായപ്രമാണം പഠിപ്പിക്കൽ എന്നിവയിൽ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ജീവിതവും സേവനവും. എങ്കിലും അവർക്ക് താമസിക്കാൻ ഭൂമി ആവശ്യമായിരുന്നു. അതിനാൽ ലേവ്യർക്ക് മറ്റു ഗോത്രങ്ങൾക്കിടയിൽ പട്ടണങ്ങളും മേച്ചിൽപ്പുറങ്ങളും നൽകി. അങ്ങനെ അവർ ഇസ്രായേലിയരുടെ മുഴുവൻ പ്രദേശങ്ങളിലും വ്യാപിച്ചു. ജോഷുവ 21-ാം അധ്യായം 41-42 വാക്യങ്ങൾ. ഇത് പൗരോഹിത്യ സാന്നിധ്യവും ആരാധനാക്രമവും ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സമീപസ്ഥമാക്കി. കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് നിർദ്ദേശിച്ച പ്രകാരം ജോഷുവ സങ്കേത നഗരങ്ങൾ സ്ഥാപിച്ചു. അബദ്ധവശാൽ ഒരുവൻ ആരെയെങ്കിലും കൊല്ലാനിടയായാൽ അവന് അഭയം തേടാനും ന്യായവിധി ഉണ്ടാകുന്നതുവരെ ഉടനടി ഉണ്ടാകാവുന്ന പ്രതികാരത്തിൽ നിന്ന് സംരക്ഷിക്കാനും വേണ്ടിയായിരുന്നു അത്. ജോഷുവ 20-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. ഈ നഗരങ്ങൾ വഴി നിരപരാധികളുടെ ജീവൻ സംരക്ഷിക്കുകയും അനിയന്ത്രിതമായ രക്തച്ചൊരിച്ചിൽ തടയുകയും സമൂഹത്തിനുള്ളിൽ നീതി ഉറപ്പാക്കുകയും ചെയ്തു. ഇനി യാഗപീഠം സംബന്ധിച്ച ഒരു തർക്കത്തെക്കുറിച്ച് ജോഷുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇസ്രായേൽ സീഹോനെയും ഒഗിനെയും തോൽപ്പിച്ച് ജോർദാന് കിഴക്ക് സമ്പന്നമായ ഭൂമി നേടിയപ്പോൾ റൂബൻ, ഗാദ് ഗോത്രങ്ങൾ യോശുവയോട് ആ പ്രദേശം ആവശ്യപ്പെട്ടു. കാരണം അവർക്ക് ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു. കാനാൻ കീഴടക്കുന്നതിന് അവരുടെ യോദ്ധാക്കൾ മറ്റു ഗോത്രങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകിയതിനാൽ യോശുവ അതിനെ സമ്മതിച്ചിരുന്നു. അവരുടെ കുടുംബങ്ങൾ കോട്ട കെട്ടിയ പട്ടണങ്ങളിൽ താമസിച്ചു. തുടർന്ന് യോശുവ ആ ട്രാൻസ് ജോർദാൻ ദേശം റൂബൻ, ഗാദ്, മനാസയുടെ പകുതി ഗോത്രം എന്നിവയ്ക്ക് നൽകി. മോശയുടെ പിൻഗാമിയായി വന്ന യോശുവ ആ ഗോത്രങ്ങളോട് അവരുടെ വാഗ്ദാനം നിറവേറ്റാൻ നിർദ്ദേശിച്ചു. അതിന് പ്രകാരം കാനാൻ ദേശം സുരക്ഷിതമാക്കുന്നതുവരെ അവർ തങ്ങളുടെ സഹോദരന്മാരോടൊപ്പം വിശ്വസ്തയോടെ പോരാടി. കുടിയേറ്റം ആരംഭിച്ചതിന് ശേഷം ജോഷുവ അവർക്ക് പരസ്യമായി നന്ദി പറയുകയും അനുഗ്രഹിക്കുകയും തിരികെ അയക്കുകയും ചെയ്തു. ജോഷുവ 22:1 മുതൽ 6 വരെ വാക്യങ്ങൾ. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പന പ്രകാരം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടുത്തോട് വിശ്വസ്തത പുലർത്തുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി അവിടുത്തെ ആരാധിക്കുകയും ചെയ്യണമെന്ന് യോശുവ അവരെ അനുസ്മരിപ്പിച്ചു. ജോഷുവ 22-ാം അധ്യായം 5-ാം വാക്യം. അവർ മടങ്ങവേ യോർദാൻ നദീതീരത്ത് വളരെ വലിയ ഒരു യാഗപീഠം അവർ പണിതു. അതറിഞ്ഞ് പടിഞ്ഞാറൻ ഗോത്രങ്ങൾ പരിഭ്രാന്തരായി. യോർദാനും മറുകരയുള്ള തങ്ങളുടെ സഹോദര ഗോത്രങ്ങൾക്കെതിരെ യുദ്ധത്തിന് തയ്യാറായി അവർ ഷീലോയിൽ ഒത്തുകൂടി. കാരണം ഒരു ബദൽ യാഗപീഠം കലാപത്തിലേക്കും വ്യാജ ആരാധനയിലേക്കും നയിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങൾ അന്വേഷിക്കുവാനും ഇസ്രായേലിന് ന്യായവിധി വരുത്തിയ മുൻകാല പാപങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകാനും അവർ പുരോഹിതപുത്രനായ ഫീനെഹാസിനെയും 10 ഗോത്ര നേതാക്കളെയും അയച്ചു. ജോഷുവയുടെ പുസ്തകം 22-ാം അധ്യായം 13 മുതൽ 20 വരെ വാക്യങ്ങൾ. കിഴക്കൻ ഗോത്രങ്ങൾ അതിന് ന്യായമായ വിശദീകരണം നൽകി.
ബലിയർപ്പണത്തിനല്ല തങ്ങൾ അത് നിർമ്മിച്ചതെന്ന് അവർ തീർത്തു പറഞ്ഞു. പ്രത്യുത ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ നമ്മുടെ പിൻതലമുറകൾക്കിടയിൽ ഒരു സാക്ഷ്യമായാണ് അത് നിർമ്മിച്ചത്. യോശുവ 22, 27 മുതൽ 29 വരെ വാക്യങ്ങൾ. ഫിനെഹാസ് അവരുടെ വിശദീകരണം സ്വീകരിച്ചതിനാൽ യുദ്ധഭീഷണി അവസാനിച്ചു. ഐക്യം സംരക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. സത്യാരാധന സംരക്ഷിക്കപ്പെടണമെന്നും ഐക്യം കാത്തു സൂക്ഷിക്കുന്നത് ദ്രുതഗതിയിലുള്ള പ്രതികാരത്തിലൂടെയുമല്ല, ക്ഷമ, സന്ധി സംഭാഷണം, സത്യാന്വേഷണം എന്നിവയിലൂടെയാണെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമുക്ക് യോശുവയുടെ അന്തിമ ഉപദേശങ്ങളും ഉടമ്പടി നവീകരണവും നോക്കാം. അത് യോശുവയുടെ 23, 24 അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. വൃദ്ധനായ യോശുവ ഇസ്രായേലിലെ നേതാക്കളെ ഒരുമിച്ച് കൂട്ടി. അവരുടെ വിജയങ്ങളും സമാധാനവും മനുഷ്യശക്തിയിൽ നിന്നല്ല, മറിച്ച് കർത്താവിൽ നിന്നാണെന്നും അവിടുന്നാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതെന്നും അവരെ അനുസ്മരിപ്പിച്ചു. യോശുവ 23, 1 മുതൽ 5 വരെ. അവൻ തുടർന്നു, ആകയാൽ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വിശ്വസ്തയോടെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. അതിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. യോശുവ 23, 6 വാക്യം. കൂടാതെ യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെ ഉടമ്പടി നവീകരണത്തിനായി ഷെക്കേമിൽ വിളിച്ചുകൂട്ടി. ദൈവം അബ്രാഹാം മുതൽ അവർക്ക് ചെയ്ത കാരുണ്യവും സംരക്ഷണവും അനുസ്മരിപ്പിച്ചുകൊണ്ട് യോശുവ പറഞ്ഞു, കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. യോശുവ 24, 1 മുതൽ 14 വരെ വാക്യങ്ങൾ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കുമെന്ന് അദ്ദേഹം പരസ്യ പ്രഖ്യാപനം നടത്തി അവർക്ക് മാതൃകയായി. യോശുവ 24, 15 വാക്യം. ജനം കർത്താവിനെ സേവിക്കുമെന്നും അനുസരിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു. അങ്ങനെ ഷെഖേമിൽ വെച്ച് യോശുവ അന്ന് ജനവുമായി ഉടമ്പടി ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും നൽകുകയും ചെയ്തു. യോശുവ ഈ വാക്കുകൾ കർത്താവിൻ്റെ നിയമഗ്രന്ഥത്തിൽ എഴുതി. അവൻ വലിയൊരു കല്ലെടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിന് സമീപത്തുള്ള ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സ്ഥാപിച്ചു. യോശുവ 24 അധ്യായം 25, 26 വാക്യങ്ങൾ. ഇനി യോശുവയുടെ മരണം. യോശുവയുടെ ജീവിതകാലത്ത് ഇസ്രായേൽ കർത്താവിനെ സേവിച്ചു. 110 വയസ്സുള്ളപ്പോൾ അവൻ മരിച്ചു. അവനെ ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രൈം മലനാട്ടിൽ തിംനാത്ത് ഹറേസിൻ അവൻ്റെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി. ന്യായാധിപന്മാരുടെ പുസ്തകം 2 അധ്യായം 8, 9 വാക്യങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 46 അധ്യായം 1 മുതൽ 8 വരെ വാക്യങ്ങളിൽ ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്ത രക്ഷകനായി യോശുവയെ അവതരിപ്പിക്കുന്നു. അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തി. ഒരു ദിവസത്തിന് 2 ദിവസത്തെ ദൈർഘ്യമുണ്ടായി. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവനെ ഉത്തരമരുളി എന്നിവയെല്ലാം പ്രഭാഷകൻ അനുസ്മരിക്കുന്നു. ഇനി യോശുവയും ഈശോയും തമ്മിലുള്ള ഒരു താരതമ്യം നോക്കാം. യോശുവ വാഗ്ദത്ത ദേശത്ത് ഇസ്രായേലിന് വിശ്രമം നൽകി. എന്നാൽ ഹെബ്രായ ഗ്രന്ഥകാരൻ പറയുന്നത് ദൈവം ഉദ്ദേശിച്ച അന്തിമ വിശ്രമം അതല്ലായിരുന്നു എന്നാണ്. ദൈവവുമായുള്ള സഹവാസത്തിൽ കഴിയുന്ന ആഴമേറിയ ഒരു സാബത്ത് വിശ്രമം ഇപ്പോഴും അവശേഷിക്കുന്നു. അനുസരണയുള്ള വിശ്വാസത്തിലൂടെയാണ് നാം അതിലേക്ക് പ്രവേശിക്കുന്നത്. യേശുവാണ് നമ്മെ ഈ യഥാർത്ഥ നിത്യവിശ്രമത്തിലേക്ക് നയിക്കുന്നത്. ഹെബ്രായർ 4 അധ്യായം 8 മുതൽ 11 വരെ വാക്യങ്ങൾ. യോശുവ ദൈവജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് നയിച്ചെങ്കിൽ ഈശോയാകട്ടെ ദൈവജനത്തെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നു. യോശുവയുടെ പേരിൻ്റെ അർത്ഥം തന്നെ കർത്താവ് രക്ഷിക്കുന്നുവെന്നാണ്. യേശു അതേ രക്ഷാദൗത്യം പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നു. മത്തായി 1, 21 വാക്യം. യോശുവ ജോർദാനിലൂടെ ഇസ്രായേലിനെ ഒരു നവജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഈശോ ജ്ഞാനസ്നാനത്തിലൂടെ നമ്മെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. റോമ 6 അധ്യായം 3, 4 വാക്യങ്ങൾ. ആളുകൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ യോശുവ ശത്രുക്കളോട് യുദ്ധം ചെയ്തു. എന്നാൽ യേശു ആത്മീയ ശത്രുക്കളായ പാപം, മരണം, പിശാച് എന്നിവരെ പരാജയപ്പെടുത്തി യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നു. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 2 അധ്യായം 14, 15 വാക്യങ്ങൾ. യോശുവ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി കർത്താവിനെ തിരഞ്ഞെടുക്കാനും ഉടമ്പടി പുതുക്കാനും അവരെ പ്രേരിപ്പിച്ചു. ഈശോ നമ്മെ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ അനുഗമിക്കാൻ വിളിക്കുകയും തൻ്റെ രക്തത്താൽ പുതിയ ഉടമ്പടി മുദ്രയിടുകയും ചെയ്യുന്നു. ലൂക്കോസ് 22, 20 വാക്യം. യോശുവ ഇസ്രായേലിന് കാനാൻ ദേശത്ത് വിശ്രമം നൽകി. എന്നാൽ ഈശോ ദൈവത്തോടൊപ്പം എന്നേക്കും ജീവിക്കുന്നതിൻ്റെ ആഴമേറിയതും ശാശ്വതവുമായ വിശ്രമം നൽകുന്നു. ഹെബ്രായർ 4 അധ്യായം 8 മുതൽ 11 വരെ വാക്യങ്ങൾ. ഈ യോശുവയുടെ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള പ്രധാന സന്ദേശങ്ങൾ നോക്കാം.
ഒന്ന്, ജലപ്രളയത്താൽ കവിഞ്ഞൊഴുകിയ ജോർദാൻ നദി ഇസ്രായേൽ കടന്നത് മനുഷ്യശക്തി കൊണ്ടല്ല, മറിച്ച് വാഗ്ദത്ത പെട്ടകത്തെ പിന്തുടർന്ന് കർത്താവ് അവർക്കായി അത്ഭുതകരമായി വഴി തുറക്കുമ്പോൾ ആണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. തീരുമാനങ്ങളിലും കുടുംബജീവിതത്തിലും ശുശ്രൂഷയിലും നാം ദൈവത്തെ മുമ്പിൽ വയ്ക്കുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള പാത സുഗമമാകും. 2, കുട്ടികൾ ചോദിക്കുന്നതിനും മാതാപിതാക്കൾ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ വിശദീകരിക്കുന്നതിനുമായി ജോഷുവ 12 കല്ലുകൾ സ്ഥാപിച്ചു. വിശ്വാസം തലമുറകളിലേക്ക് കൈമാറത്തപ്പോൾ അത് ദുർബലമാകും. ന്യായാധിപന്മാർ 2:10. 3, ക്ഷമ, ഐക്യം, വിശ്വാസം എന്നിവ ആവശ്യമുള്ള ഒരു ദൈവിക ഇടപെടലിലൂടെ ജെറിക്കോ നിലംപതിച്ചു. ബുദ്ധിശക്തിയിലൂടെയല്ല, മറിച്ച് സാധാരണ കടമകളിലെ സ്ഥിരമായ അനുസരണത്തിലൂടെയാണ് പല ആത്മീയ വിജയങ്ങളും നാം കൈവരിക്കേണ്ടത്. 4, ഗിബിയോണിൽ കർത്താവ് ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കി കന്മഴ പെയ്യിച്ചു. ജോഷുവ പ്രാർത്ഥിക്കുമ്പോൾ സൂര്യാസ്തമയം പോലും വൈകി. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും സമയത്തിലും ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 5, ബലിപീഠ വിവാദം ആഭ്യന്തര യുദ്ധത്തിന് കാരണമാകുമായിരുന്നു. എന്നാൽ സന്ധി സംഭാഷണവും സത്യസന്ധമായ വിശദീകരണവും ഐക്യം സംരക്ഷിച്ചു. ആ സത്യം അന്വേഷിക്കുകയും തിടുക്കത്തിലുള്ള വിധികൾ ഒഴിവാക്കുകയും കൂട്ടായ്മയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്യുമ്പോൾ സഭയും കുടുംബവും ശക്തമായി നിലനിൽക്കും. 6, ഓരോ തലമുറയും ആരെ സേവിക്കണമെന്ന് തിരഞ്ഞെടുക്കണം. ജോഷുവയുടെ അന്തിമ ആഹ്വാനം നിർണായകമാണ്. നീ ആരെ സേവിക്കണമെന്ന് ഇന്ന് തിരഞ്ഞെടുക്കുക. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കും. വിശ്വാസം സ്വയമേവ പാരമ്പര്യമായി ലഭിക്കുന്നതല്ല, അത് ദിവസവും നാം നവീകരിക്കണം. നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങ് ജോഷുവായ്ക്ക് നൽകിയ വിശ്വാസത്തിനും ധൈര്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം പൊന്തിടരാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കാനും വിശ്വാസത്തോടെ തിരുവചനം അനുസരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും സഭയെയും ഐക്യത്തിലും നിത്യാരാധനയിലും സംരക്ഷിക്കണമേ. മറിഞ്ഞിരിക്കുന്ന പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും വരും തലമുറയ്ക്ക് വിശ്വാസം കൈമാറാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ക്രിസ്തുനാഥനിലൂടെ ഞങ്ങളെ അങ്ങയുടെ നിത്യരാജ്യത്തിൻ്റെ വിശ്രമത്തിലേക്ക് നയിക്കണമേ. ആമേൻ.